ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഹങ്കർ ടീൽസ്. ഇന്നത്തെ റെസിപ്പി കണ്ണൂർ സൈഡിലൊക്കെ അങ്ങോട്ട് മലബാർ സൈഡിലൊക്കെ ഉള്ള ഒരു പലഹാരമാണ് മുട്ട സിർക്ക. നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. കീപ് വാച്ചിങ്. ഇതിപ്പോൾ ഞാൻ ബിരിയാണി അരിയിലാണ് ഉണ്ടാക്കുന്നത്. പച്ചരിയിലും ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ജീരകശാല 3 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇതിന് കഴുകി ഊറ്റിയെടുത്തിട്ട് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വേവിച്ച ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ഈ സെയിം ക്വാണ്ടിറ്റി തന്നെ എടുക്കണം. വെള്ളം കൂടിപ്പോയാൽ ഇത് ശരിയായി വരത്തില്ല. ഇത്തിരി തരിപ്പോടെ തന്നെ ഇത് അരച്ചെടുക്കണം. എന്നിട്ട് ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിന്നിപ്പോൾ ഞാൻ പൊരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ഇരുമ്പ് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ. എന്നിട്ട് ഒരു സ്പൂൺ ഫുള്ള് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ശേഷമാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് പൊങ്ങി വരുന്ന ടൈമിൽ വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ. ഉടനെ തിരിച്ചിട്ട് കൊടുക്കണ്ട. അടി കുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ടൈമാവും. അപ്പോൾ പൊങ്ങി വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ. ഇത് പൂരി പോലെ പ്രസ് ചെയ്ത് കൊടുക്കണ്ട, തന്നെ പൊങ്ങി വരും. അപ്പോൾ ഈ സൈഡും ഇതുപോലെ തന്നെ കുക്കായിട്ട് എണ്ണയിൽ നമുക്ക് കോരി മാറ്റാം. ഇത് പായിട്ടുണ്ട്, നമുക്കിനി എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മുട്ട സിർക്ക റെഡിയായി. എണ്ണയൊന്നും കുടിക്കത്തില്ല. നല്ലൊരു പലഹാരമാണ്. നോൺ വെജ് ഏതൊരു കറിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ തീർച്ചയായും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.